ക്രിസ്റ്റഫർ നോളൻ്റെ ഡൂഡിൽ ബഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 1 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. സാധാരണ ഞാൻ പഴയ അണ്ടർ റേറ്റഡ് സിനിമകളെക്കുറിച്ചാണ് സംസാരിക്കാറ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് കുറേ ഷോർട്ട് ഫിലിംസ് അയച്ചു തരുന്നുണ്ട്. ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള കുറേ ഷോർട്ട് ഫിലിംസ് അയച്ചിട്ടുണ്ട്. അപ്പം മൊത്തം എനിക്ക് കാണാൻ പറ്റിയില്ല. അതിൽ ഞാൻ കണ്ടതിൽ അത്യാവശ്യം എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയൊരു 3 ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഷോർട്ട് ഫിലിം ജീവി, ഭാവന സ്റ്റുഡിയോസിൽ റിലീസ് ചെയ്തിട്ടുള്ളൊരു ഹൈബ്രിഡ് ജോണറുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ഗംഭീര ഷോർട്ട് ഫിലിമാണ്. നിങ്ങൾ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ഷോർട്ട് ഫിലിമാണിത്. അതിൻ്റെ കഥ അതുപോലെയാണ്, ഒരു ഫാൻറ്റസി സ്റ്റൈൽ സാധനമാണ്. രണ്ടാമത്തെ ഷോർട്ട് ഫിലിം ഡാർക്ക് മാറ്റർ. അതൊരു മോക്കുമെൻ്ററി സ്റ്റൈലിലെടുത്തൊരു സാധനമാണ്. അതും നിങ്ങൾ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ റിയലാണോ ഫിക്ഷനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എടുത്ത് വെച്ചേക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതും കുറച്ച് ഡാർക്കാണ്, പക്ഷേ സാധനം അടിപൊളിയാണ്. മൂന്നാമത്തെ ഷോർട്ട് ഫിലിം ആനിമെ. എനിക്കിതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ആനിമയാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ഡൂഡിൽ ബഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? 1 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ആ ലെവലൊരു സാധനം. ക്രിസ്റ്റഫർ നോളൻ്റെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഫിക്ഷനാണ്. കുറേ ഹിഡൻ ലേയേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ടത് വർക്കായി. അപ്പം നിങ്ങൾ ഇതുപോലെ ഷോർട്ട് ഫിലിംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ 3 ഷോർട്ട് ഫിലിംസും ഒന്ന് കണ്ടു നോക്കണം. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറയുന്നതാണ്. 3 ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഒന്നാമത്തെ ജീവി, രണ്ടാമത്തെ ഡാർക്ക് മാറ്റർ, മൂന്നാമത്തെ ആനിമ.